ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കർത്താവിന്റെ വചനവുമായിട്ട് നിൽക്കുന്നതിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം വെളിപ്പാട് പുസ്തകം 2-ാമത്തെ വാക്യം. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ഉള്ള ചില ആളുകളെ കുറിച്ചാണ് തിരുവെഴുത്തിലൂടെ കർത്താവ് സംസാരിക്കുന്നത്. കർത്താവ് പറയുന്നത് സാത്താന്റെ ആഴങ്ങളെ അറിഞ്ഞിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടം വിശ്വാസികൾ ത്വൈതര സഭയിൽ ഉണ്ടായിരുന്നു. അവിടെ വെളിപ്പാട് പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ എഫെസോസ് സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നുള്ള ഒരു കുറ്റം അവിടെ കർത്താവ് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവർ മാനസാന്തരപ്പെടാത്ത നിമിത്തം ആ സഭ നീക്കം ചെയ്യപ്പെട്ടതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സഭ ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ സാത്താന്റെ സിംഹാസനമുള്ള ഇടത്ത് ഉള്ള സഭയെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയാണ് സാത്താന്റെ ആഴങ്ങളെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കൂട്ടം വിശ്വാസികൾ. ഈ ത്വൈതേര സഭയിലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവളെ സംബന്ധിച്ചിടത്തോളം അവള് കർത്താവിന്റെ ദാസന്മാർക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു കള്ളപ്രവാചകയായ ഒരു സ്ത്രീ. ഇന്ന് അനേക സഭകളിലും ഇങ്ങനെയുള്ള ആളുകളെ കാണുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ ദാസന്മാരെ വഴിതെറ്റിക്കാനായിട്ട് അവൾ ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ദുർനടപ്പ് ആചരിക്കാം, വിഗ്രഹാർപ്പിതം തിന്നാം എന്ന് പറഞ്ഞ് കർത്താവിന്റെ ദാസന്മാരെ തെറ്റിച്ച് കളയുന്ന ഒരു സ്ത്രീ. അവളുടെ ദുർനടപ്പ് വിട്ട് അവൾ മാനസാന്തരപ്പെടാതിരുന്നു എന്ന് കർത്താവ് അവിടെ ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ഇന്ന് ദൈവമക്കളെ അറിയാൻ അല്ലെങ്കിൽ ദൈവമക്കൾ ശരിക്കും മനസ്സിലാകാതെ പോകുന്ന അനേക സത്യങ്ങളുണ്ട്. എഫെസ് ലേഖനം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ അത്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല. ദുർനടപ്പുകളിലൂടെ ജീവിക്കുന്നത് കൊണ്ടോ വിഗ്രഹാരാധനയായ അത്യാഗ്രഹത്തിലൂടെ പോകുന്നത് കൊണ്ടോ ഒന്നും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ നമുക്ക് പലയിടത്തും കാണുവാനായിട്ട് സാധിക്കും. സഭാ നേതാക്കന്മാരും ആ കൂട്ടത്തിലുണ്ട്. എന്നാൽ തിരുവെഴുത്ത് വളരെ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്, അങ്ങനെയുള്ളവർക്ക് ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെ രാജ്യത്തിൽ അവകാശം ലഭിക്കില്ല എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആരും നിങ്ങളെ ചതിക്കരുത്. അതിന്റെ തുറന്ന് അവിടെ പറയാണ്, ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കർത്താവിനെ വെച്ചുകൊണ്ട് പണം സമ്പാദിക്കാം, യേശുവിന്റെ നാമത്തിൽ നമുക്ക് ധാരാളം സമ്പാദിച്ചു കൂട്ടാം, തലമുറകളിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് ആരും നിങ്ങളെ ചതിക്കരുതെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അടുത്ത വാക്യത്തിൽ പറയണം, എഫെസർ 4:8 പറയാണ്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു, കർത്താവിന് പ്രസാദമുള്ളത് ചിന്തിക്കണം. നാം തെരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. മുമ്പേ നാം ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോൾ നാം കർത്താവിൽ വെളിച്ചമാകുന്നു. ഇത് നാം ഓർക്കണം. അനേക ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, അനേക വിശ്വാസികൾ എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയിരിക്കുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ഒരു ഭാഗം മാത്രം അവരെ മനസ്സിലാക്കുകയും മറ്റേ ഭാഗം തള്ളിക്കളയുകയും ചെയ്യും. ഇപ്പോൾ പിശാചിനെ കുറിച്ചോ മന്ത്രവാദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ക്ഷുദ്രത്തെക്കുറിച്ചോ ഒക്കെ തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർ പരിശോധിക്കാൻ നിൽക്കുകയില്ല. അവർ പറയുന്ന ഒരൊറ്റ വാക്യം, കൊലോസ്യ ലേഖനം 2-ാമത്തെ വാക്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശ് മരണത്തിലൂടെ നിയമപരമായി പിശാച് തോൽപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു വചനം മാത്രം അവർ എടുത്തു പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള മറ്റേ ഭാഗം അവർ മനഃപൂർവ്വം തിരസ്കരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എഫെസ് ലേഖനം 6-ാമത്തെ വാക്യത്തിൽ പറയാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധവർഗം ധരിക്കണം. വിശ്വാസികൾ എന്ന് പറയുന്നവരെ ആകെ ചെയ്യുന്ന ഒരു കാര്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും ദൈവം ക്രൂശിന്മേൽ ആയുധവർഗം വെപ്പിച്ചു, കർത്താവ് ക്രൂശിന്മേൽ ആയുധവർഗം വെപ്പിച്ചു, അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അത് പ്രഖ്യാപനമാണ്, അത് സത്യമാണ്, അത് നിയമപരമായി പിശാച് തോൽപ്പിക്കപ്പെട്ടവനാണ്. പക്ഷേ അപ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. എഫെസ് ലേഖനം 6-ാമത്തെ 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. അവൻ പരാജയപ്പെട്ടവനാണെങ്കിലും അവനൊരു തന്ത്രശാലിയാണ്, അവൻ മികച്ച ഒരു തന്ത്രശാലിയാണ്. അവൻ ഇന്നലെ ഒന്നോ ഉണ്ടായതൊന്നും അല്ല, അവൻ ഏദൻ തോട്ടം മുതലേ തന്ത്രശാലിയാണ്. അപ്പോൾ അവൻ പല്ലെല്ലാം പോയി അലർന്ന സിംഹം പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരുവനാണ്. അവന്റെ തന്ത്രത്തിൽ ദൈവമക്കൾ വീഴാതിരിക്കണമെന്ന പൗലോസ് അപ്പോസ്തലൻ മുന്നറിയിപ്പ് തരികയാണ്. എന്നിട്ട് അവിടെ പറയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ. ഒരു കൂട്ടം പൈശാചിക ലോകമുണ്ട്, അത് നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. ദൈവം അവരെ പൂർണ്ണമായിട്ടും അവരെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞിട്ടില്ല, നരകത്തിലേക്ക് ഇട്ടിട്ടില്ല. അവർ പരാജയപ്പെട്ടവരാണ്. അപ്പോൾ തന്നെ അവർ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്ന്
അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്. അവൻ ചതിയിലൂടെ നമ്മുടെ അടുക്കൽ വരും, അവൻ ഭയപ്പെടുത്തുവാനായിട്ട് വരും, അവൻ പലതരം ദുരുപദേശങ്ങളിലൂടെ നമ്മെ കടന്നു വരും. അങ്ങനെ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നാം ഈ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയണം. ഇന്ന് അനേക ദൈവമക്കൾക്കും പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം, നിങ്ങൾ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. നാം വിളിക്കപ്പെട്ടവരായതുകൊണ്ടും ഭടന്മാരായതുകൊണ്ടും ഈ ലോകത്തിന്റെ സേനാധിപതി, ഈ ലോകത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലുള്ള യുദ്ധം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ടും നമുക്ക് ഒരു സർവായുധവർഗം ദൈവം തന്നിട്ടുണ്ട്. ഇത് പല ദൈവമക്കളിലും വളരെ അയഞ്ഞു കിടക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ സർവായുധവർഗം എന്ന് എഫെസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടണം. ഇന്ന് വിശ്വാസികളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പലരുടെയും സത്യം അയഞ്ഞു കിടക്കുകയാണ്. നമുക്കറിയാം, ഒരു യുദ്ധത്തില് കച്ച കെട്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അരക്കച്ച കെട്ടണം. അരക്കച്ച മുറുകിയിരുന്നാൽ മാത്രമേ യുദ്ധത്തിൽ തോറ്റുപോകാതിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വെട്ടും കുത്തും യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അരക്കച്ച അയഞ്ഞു പോയാൽ അവന്റെ വസ്ത്രം ഊരിപ്പോകാനും അവൻ യുദ്ധത്തിൽ തോറ്റുപോകാനും സാധ്യതയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ സത്യം അരക്കെട്ടായിരിക്കണം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയിരിക്കണം, അത് അയഞ്ഞു പോകാനായിട്ട് പാടില്ല. ഇന്ന് അനേക വിശ്വാസികളും അസത്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കർത്താവിന്റെ നാമത്തെ അപമാനിക്കുന്ന ഒന്നാണ്, കർത്താവിന്റെ നാമത്തെ ദുഷിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നാം ഭയത്തോടെ ഓർക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് അവിടെ പറയാണ്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയിരിക്കണം. അതുപോലെ തന്നെ നീതി എന്ന കവചം ധരിക്കണം. നമുക്കൊരു കവചമുണ്ട്. നാം നീതിയുള്ളവരായിരിക്കണം. അന്യായത്തിൽ കൂടെ നിൽക്കാൻ പാടില്ല, അനീതിക്ക് കൂടെ നിൽക്കാൻ പാടില്ല. നാം നീതിക്ക് നിൽക്കുന്നവരായിരിക്കണം. നമ്മുടെ കാലില് ഒരു ചെരുപ്പുണ്ടായിരിക്കണം. സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം നമ്മുടെ കാലിൽ ചെരുപ്പായിരിക്കണം. എവിടെ ചെന്നാലും നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാനുള്ള ഒരു ദൂത് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നാം അവസരം കിട്ടുമ്പോഴൊക്കെ അത് പറയുവാനുള്ള താല്പര്യമുള്ളവരായിരിക്കണം. സമാധാന സുവിശേഷത്തിൽ ഒരുക്കം നമ്മുടെ കാലിന് ചെരുപ്പായിരിക്കണം. എന്നിട്ട് അവിടെ പറയാണ്, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം. അനേക വിശ്വാസികളും പരിചയം എടുക്കുന്നില്ല. ദുഷ്ടൻ അനേക തീയമ്പുകളെ അവന്റെ ആ പ്രക്ഷേപണ നിലയത്തിൽ നിന്ന് നമ്മുടെ നേരെ അയക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ നേരെ അയക്കുമ്പോൾ അവന്റെ തീയമ്പുകളൊക്കെ കെടുക്കുവാൻ തക്കതായിട്ടുള്ള വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നാം നിൽക്കണം. നാം ദൈവത്തിന്റെ വചനം, അത് ആത്മാവിന്റെ വാള് നാം കൈക്കൊള്ളണം. ദൈവവചനം എന്ന വാള് നാം കയ്യിൽ പിടിക്കണം. എന്നിട്ട് അവന്റെ പരിചയെ, അവന്റെ തീയമ്പുകളെ നാം എതിർക്കണം, നാം അതിനെ തോൽപ്പിക്കണം. കാരണം നമുക്ക് വചനമുണ്ട്, ദൈവവചനത്തിന്റെ ശക്തി. കർത്താവ് എങ്ങനെയാണ് പിശാചിനെ തോൽപ്പിച്ചത്? നീ താഴോട്ട് ചാടുക, നീ കല്ലിനെ അപ്പമാക്കാൻ പറയുക. ഇതിനൊക്കെ കർത്താവ് തോൽപ്പിച്ചത് വചനം കൊണ്ടാണ്. അതുകൊണ്ട് പിശാച് നമ്മുടെ നേരെ നിരാശയാകുന്ന, ദുഃഖമാകുന്ന, നമ്മളെ ക്ഷീണിപ്പിക്കുന്ന അനേക അമ്പുകൾ അയക്കുമ്പോൾ ദൈവവചനത്തെ നാം പ്രഖ്യാപിക്കുകയും നാം ജയം നേടുകയും ചെയ്യണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ചില പ്രഖ്യാപന വാക്കുകൾ പറയുമ്പോൾ പിശാചിന്റെ കേന്ദ്രങ്ങൾ, അവനെ ഉപയോഗിച്ച് ചെയ്യുന്ന മന്ത്രവാദ ബലിപീഠങ്ങളെല്ലാം തകർക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. അങ്ങനെയുള്ള ഒരു വാക്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ശുശ്രൂഷ അവിടെ നിർത്തുകയാണ്. യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. ഒരു മന്ത്രവാദിനി, അനേക വർഷങ്ങൾ മന്ത്രവാദിനിയായിരുന്ന ഒരു സഹോദരി, അവള് ഒരു ഹൈ റാങ്കിലുള്ള ഒരു മന്ത്രവാദിനിയായിരുന്നു. അവളുടെ കീഴിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ആ മന്ത്രവാദിനി അവൾ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്. യെശയ്യാ 54:17 നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല എന്നുള്ള വചനം ഒരു വിശ്വാസി, ഒരു പാസ്റ്റർ, അല്ലെങ്കിൽ ഒരു ദൈവമകൻ, മകൾ അവളത് പറയുമ്പോൾ അവർക്ക് വലിയ പ്രശ്നമില്ല. എന്നാൽ അടുത്ത വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോട്ടകൾ ഇടിയുമെന്ന് അവൾ പറയേണ്ട. എന്താണ് അടുത്ത വാക്യം? ഒന്ന്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധം ഫലിക്കില്ല എന്നുള്ളത് നമ്മളേതായിട്ട് പറയണം. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. എനിക്ക് വിരോധമായി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി, എന്റെ ആരോഗ്യത്തിന് വിരോധമായി, എന്റെ സമ്പത്തിന് വിരോധമായി, എന്റെ നന്മകൾക്ക് വിരോധമായി, എന്റെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല എന്ന് നാം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കണം. അതിനുശേഷം അടുത്ത വാക്യം കൂടി പറയണം. എനിക്ക് വിരോധമായി ശാപവാർത്തകളെ ഉച്ചരിക്കുന്ന എല്ലാ നാവിനെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുറ്റമരിക്കുന്നു, അതെല്ലാം ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മടക്കി അയക്കുന്നു. അടുത്ത വാക്യം അതാണ്. എനിക്ക് വിരോധമായി കുറ്റമരിക്കുന്ന എല്ലാ നാവിനെയും എനിക്ക് വിരോധമായി സംസാരിക്കുന്ന എല്ലാ നാവിനെയും ഞാൻ കുറ്റം വിധിക്കുമെന്നുള്ളത് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത് പറയാണ്, ഇത് കർത്താവിന്റെ ദാസന്മാരുടെ അവകാശമാണ്, ദൈവവചനത്തിന്റെ അരുളപ്പാടാണ്. ഇതും കൂടെ പറയുമ്പോഴേക്കും നമുക്ക് വിരോധമായി അനുഭവപ്പെട്ടു വരുന്ന എല്ലാ മന്ത്രവാദ ബലിപീഠത്തിൽ നിന്നുള്ള ആ തീയമ്പുകളും ആ ശാപവാർത്തകളും തിരികെ അവരിലേക്ക് മടങ്ങിപ്പോകുമെന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം മുന്നേറണമെന്ന് ദൈവവചനത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് ശുശ്രൂഷ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, നിങ്ങൾക്ക് വചനം തന്നതിനായിട്ട് സ്തോത്രം. വചനം കേട്ടതിന്റെ മക്കളൊക്കെ അനുഗ്രഹിക്കണമേ, ധാരാളം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷയ്ക്കായുള്ള കൃപാധികമായിട്ട് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താൽ എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ.